ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിനാണ് നേപ്പാൾ സാക്ഷ്യം വഹിച്ചത്. സർക്കാർ സമൂഹമാധ്യമങ്ങൾ നിരോധിച്ചതോടെ ലക്ഷക്കണക്കിന് യുവതീ-യുവാക്കൾ തെരുവിലിറങ്ങി. ഭരണകൂടം തീരുമാനം പിൻവലിക്കാതെ മടക്കമില്ലെന്ന് അവർ ഉച്ചത്തിൽ പറഞ്ഞു. ഭരണാധികാരികൾ പോലീസിനെ അഴിച്ചുവിട്ട് സമരം അടിച്ചമർത്താൻ ശ്രമിച്ചപ്പോൾ പ്രക്ഷോഭകരുടെ വീര്യം കൂടി. നിരത്തുകളിൽ ചോര ചിന്തി. മരിച്ചത് 19 പേർ. 1000-ലേറെ പേർക്ക് സാരമായി പരിക്കേറ്റു. യുവാക്കളുടെ മരണം കണ്ടപ്പോഴാണ് സർക്കാർ കണ്ണു തുറന്നത്. അങ്ങനെ സമൂഹമാധ്യമങ്ങൾക്കുള്ള വിലക്ക് പിൻവലിച്ചു. ഒടുവിൽ അനിഷ്ട സംഭവങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രധാനമന്ത്രി രാജിവെക്കേണ്ടി വന്നു. സംഭവബഹുലമായ ജനകീയ പ്രക്ഷോഭത്തിന്റെ നാൾവഴികളിലൂടെ ഓഗസ്റ്റ് 28. ഒരാഴ്ചയ്ക്കുള്ളിൽ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകൾ നേപ്പാൾ കമ്മ്യൂണിക്കേഷൻ ആൻഡ് IT മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. ഒപ്പം സമൂഹമാധ്യമങ്ങൾ തങ്ങളുടെ വക്താവിനെയും പരാതികൾ പരിഹരിക്കാനുള്ള ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് ഓഫീസറായി സ്വദേശിയെയും നിയമിക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടു. എന്നാൽ മെറ്റ, ആൽഫബറ്റ്, എക്സ്, റെഡിറ്റ്, ലിങ്ക്ഡിൻ തുടങ്ങിയ ആരും രജിസ്ട്രേഷനുള്ള അപേക്ഷ സമയപരിധിക്കുള്ളിൽ നൽകിയില്ല. കഴിഞ്ഞ വർഷം നേപ്പാൾ സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിയുടെ അടിസ്ഥാനത്തിലായിരുന്നു സർക്കാർ നീക്കം. സർക്കാരിൽ രജിസ്റ്റർ ചെയ്ത ടിക്ടോക്ക്, വൈബർ, നിംബൂസ്, പോപ്പോ ലൈവ് തുടങ്ങിയവർ രാജ്യത്ത് പ്രവർത്തനം തുടർന്നു. സെപ്റ്റംബർ 4 വ്യാഴം നേപ്പാളിൽ ഭരണകൂടം സമൂഹമാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തി. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, എക്സ് ഉൾപ്പെടെ 26 സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകൾക്കായിരുന്നു വിലക്ക്. സെപ്റ്റംബർ 7 ഞായർ ജെൻസി തലമുറ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. കാഠ്മണ്ഡു ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ യുവാക്കൾ സംഘടിച്ചു. നേപ്പാളിൽ ഫേസ്ബുക്കിന് 1,35,00,000-ഉം ഇൻസ്റ്റഗ്രാമിന് 36 ലക്ഷവും ഉപഭോക്താക്കളാണുള്ളത്. ഇതിൽ പലരും തങ്ങളുടെ ബിസിനസ്സുകൾക്കായി സമൂഹമാധ്യമങ്ങളെ ആശ്രയിക്കുന്നവരാണ്. സമൂഹമാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയതോടെ ഇവരുടെ വരുമാനം നിലച്ചു. പ്രധാനമായും ഇക്കാരണത്താലാണ് പലരും തെരുവിലിറങ്ങിയത്. സമൂഹമാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതിന്റെ പേരിൽ ആരംഭിച്ച പ്രക്ഷോഭം പതിയെ സർക്കാരിന്റെ അഴിമതിക്കെതിരെയുള്ള സമരമായി മാറി. സർക്കാർ നിലപാട് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വിലങ്ങുതടിയാണെന്നും സമരക്കാർ ആരോപിച്ചു. അപ്പോഴും ഭരണകൂടം തീരുമാനത്തെ ന്യായീകരിച്ചു. നിരോധനം തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാനായിരുന്നുവെന്ന് പ്രസ്താവന ഇറക്കി. സെപ്റ്റംബർ 8 തിങ്കൾ രാവിലെ പ്രതിഷേധം കനത്തതോടെ സർക്കാർ പ്രധാന നഗരങ്ങളിൽ കർഫ്യൂ ഏർപ്പെടുത്തി. സ്കൂളുകളും കോളേജുകളും അടച്ചു. പ്രക്ഷോഭകർ പാർലമെന്റ് മന്ദിരത്തിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. പോലീസ് പ്രതിരോധം തീർത്തു. ജലപീരങ്കിയും ടിയർ ഗ്യാസും പ്രയോഗിച്ചു. തിക്കിലും തിരക്കിലും പെട്ട് 19 പേർ മരിച്ചു. 1000-ലേറെ പേർക്ക് പരുക്കേറ്റു. സെപ്റ്റംബർ 8 തിങ്കൾ വൈകിട്ട് സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകൾക്ക് നേപ്പാൾ സർക്കാർ ഏർപ്പെടുത്തിയ വിലക്ക് നീക്കി. സമരക്കാർക്ക് നേരെയുള്ള അതിക്രമത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആഭ്യന്തരമന്ത്രി രമേശ് ലക്കാക്ക് രാജിവെച്ചു. അനിഷ്ട സംഭവങ്ങളിൽ ദുഃഖം രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രി അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടു. മരണമടഞ്ഞവരുടെ കുടുംബത്തിന് ധനസഹായവും പ്രഖ്യാപിച്ചു. സെപ്റ്റംബർ 9 ചൊവ്വ നേപ്പാളിൽ ആളിപ്പടർന്ന ജൻസി വിപ്ലവത്തിൽ വീണ് PK ശർമ്മ ഒലി സർക്കാർ. പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് ശർമ്മ ഒലി രാജിവെച്ചു. പുതുതലമുറ ഒരുമ്പെട്ടിറങ്ങിയപ്പോൾ തകർന്നടിഞ്ഞത് ഭരണകൂടമാണ്. എന്നിട്ടും പ്രക്ഷോഭകാരികൾ അടങ്ങിയില്ല. അവർ നാടും നഗരവും കയ്യേറി. പരക്കെ അക്രമം അഴിച്ചുവിട്ടു. പാർലമെന്റിനും സുപ്രീം കോടതിക്കും പ്രസിഡന്റിന്റെ ഓഫീസിനും തീയിട്ടു. മന്ത്രിമന്ദിരങ്ങളും ഉദ്യോഗസ്ഥ ഭവനങ്ങളും തച്ചു തകർത്തു. മുൻ പ്രധാനമന്ത്രി ജലനാഥ് ഗനലിന്റെ ഭാര്യ രാജലക്ഷ്മി ചിത്രകാരനെ ചുട്ടുകൊന്നു. മറ്റൊരു മുൻ പ്രധാനമന്ത്രി ഷെർ ബഹദൂർ ദുബെയെയും ഭാര്യയെയും കയ്യേറ്റം ചെയ്തു. ചോരയൊലിപ്പിച്ചു നിൽക്കുന്ന ഇവരുടെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു. ലളിത്പൂരിലെ നാഗു ജയിലിലേക്ക് അതിക്രമിച്ചു കയറി. സെല്ലുകൾ തകർത്തു. 1500-ലേറെ തടവുപുള്ളികളാണ് രക്ഷപ്പെട്ടത്. സെപ്റ്റംബർ 10 ബുധൻ സമരക്കാർ ഇപ്പോഴും നേപ്പാൾ തെരുവുകളിൽ അഴിഞ്ഞാടുകയാണ്. പോലീസും സൈന്യവും നോക്കുകുത്തിയാകുന്നു. നിരവധി ബാങ്കുകൾ കൊള്ളയടിക്കപ്പെട്ടു. ഭരണകക്ഷി ഇടക്കാല സർക്കാരുണ്ടാക്കാനുള്ള നീക്കം തുടങ്ങി. ന്യൂസ് ഡെസ്ക് MC ന്യൂസ്. MC ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.